ഹായ് ഹാൻസം. എന്താ ഇപ്പോഴത്തെ? ബീട്രൂട്ട്. ഇനി എന്താ വേണ്ടേ? ബീട്രൂട്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ ഉരുണ്ട സവാള. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചു പറ. മനുഷ്യനെ മെനക്കെടുത്തരുത്. ഇതാ രമാദേവിയുടെ വീട്ടിലേക്കുള്ള ദക്ഷയുടെ വരവ് അത്ര പന്തിയല്ല. മഹിസാറിനെ കാണാൻ വേണ്ടി അവൾ വന്നിരിക്കുന്നതെങ്കിൽ എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. അതാ എനിക്ക് അറിയേണ്ടത്. മഹിയുടെ റൂം ഏതാ? ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാ. താങ്ക്സ്. എത്രയായി? 500 ദാ. ശരി. എല്ലാം കൂടി എന്തിനിങ്ങോട്ടേക്ക് വലിഞ്ഞേറി വരുന്നത്? മനുഷ്യന്റെ മനസ്സമാധാനം കളി ഓരോന്ന് ഇറങ്ങിക്കോളൂ. ഇനി ചിന്നുവിന്റെ മുമ്പിൽ ഞാൻ രമാദേവി മേഡത്തിന്റെ മോനാണെന്ന് കൂടി അറിയിച്ചിട്ടേ കെട്ടിയെടുക്കുള്ളൂ. ഈശ്വര, ഇതിനൊക്കെ ഒന്ന് ഒഴിവാക്കി തരാൻ എന്തൊരു വഴി. ഇതെല്ലാം പോരാഞ്ഞിട്ടാണ് ആ നിശാന്തോടി ഇവിടേക്ക് എഴുന്നള്ളിരിക്കുന്നത്. അവനാണെങ്കിൽ കോളേജിൽ വെച്ചാൽ ചിന്നുവിന്റെ പുറകെ ഒലിപ്പിച്ചെടുക്കുക. അവൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാ പിന്നെ അവന്റെ താമസം തന്നെ ഇവിടെ ആയിരിക്കും. ഈ ദക്ഷ എന്ന് പറയുന്ന മാരണത്തെ ഒഴിവാക്കാൻ വേണം. ചിന്നുവിനെ എനിക്ക് നഷ്ടപ്പെടാനും പാടില്ല. എന്താ ഒരു വഴി? എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, നീ തന്നെ കാത്തോണേ. ഐശ്വര്യ, എന്താ ഇത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്ത. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇങ്ങനെ ഒരാളെ പ്രേമിച്ച ദിവസം മുതൽ തുടങ്ങിയ ഭ്രാന്ത. അല്ലെങ്കിൽ ഈ നശിച്ച വീട്ടിൽ ഞാൻ മരുമകളായിട്ട് വരില്ലായിരുന്നു. ആ ഉരുമ്പെട്ടവളുടെ അപമാനവും കേൾക്കണ്ടായിരുന്നു. നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 24 മണിക്കൂറും അമ്മയുടെ പാദസേവ നടത്തി ഈ ലാപ്ടോപ്പിന് മുന്നിലിരുന്ന് ഇങ്ങനെ തപസ് ഇരുന്നാൽ സ്വന്തം ഭാര്യ അനുഭവിക്കുന്ന വേദനയും അവൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അർജുൻ സർ? എന്നിങ്ങനെ നാണം കെടുത്താൻ വേണ്ടി ഞാൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തേ? ഐശ്വര്യ, പ്ലീസ് കൂൾ. എന്താണെന്ന് വെച്ചാ എന്നോട് കാര്യം പറ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കാം. ഞാനല്ലേ പറയുന്നേ. ഞാൻ നിന്റെ ഭർത്താവാ. നീ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തായാലും അത് ഞാൻ പരിഹരിച്ചിരിക്കും. ദേ, ഇവിടെ ഇരിക്കേ. വാ, പറ, എന്ത് പറ്റി? ആരെങ്കിലും നിന്നോട് മോശമായിട്ട് പെരുമാറിയോ? അമ്മ നിന്നോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ ഞാനത് ക്ഷമിക്കും. അതിന് കാരണം എന്നെയും നിന്നെയും ശിക്ഷിക്കാനും ശാസിക്കാനുള്ള അധികാരം അമ്മയ്ക്കുണ്ട്. മറ്റാരെങ്കിലും നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടില്ല. നീ എന്നോട് പറ, എന്താ പ്രശ്നം? ആരാണ് പ്രശ്നം? ദക്ഷ. ആര്? ആഭ്യന്തരമന്ത്രിയുടെ മോള് ദക്ഷയോ? അവള് തന്നെ ദക്ഷ. ദക്ഷയും നീയും തമ്മിൽ എന്താ പ്രശ്നം? കാര്യം തെളിച്ചു പറ ഐശ്വര്യ. അവളെന്നെ അപമാനിച്ചു, നാണം കെടുത്തി. നീ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറയാതെ കാര്യം എന്താണെന്നൊന്ന് തെളിച്ചു പറയൂ. ദക്ഷ ഇവിടെ വന്നിട്ടുണ്ട്. അവള് മഹിയുടെ മുറിയിലോട്ട് തനിച്ചു കയറി പോകുന്ന കണ്ടിട്ട് ഞാൻ അവളോടൊന്ന് കുശലം ചോദിച്ചു. ഒരു ചെറിയ തമാശ പറഞ്ഞു. പക്ഷെ അവളെന്നെ
ഏയ് നീ കാര്യം പറഞ്ഞാലല്ലേ എനിക്ക് നടന്നത് എന്താണെന്ന് അറിയാൻ പറ്റൂ. എന്നാലല്ലേ എനിക്കതിൽ ഇടപെടാൻ പറ്റൂ. ഹായ് ഹാൻസം. ഇതാണ് സാറിന്റെ റൂം. അതായത് ഭാവിയിൽ നമ്മുടെ ബെഡ്റൂം. കൊള്ളാം, നല്ല ആംബിയൻസ്. ഈ റൂം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ റൂം മാത്രല്ല, ഈ റൂമിൽ താമസിക്കുന്ന ആളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ദക്ഷ, എന്താ ഇത്? ഞാൻ നിന്റെ അധ്യാപകനല്ലേ? അതങ്ങ് ക്യാമ്പസില്. ഇവിടെ കല്യാണം ഉറപ്പിച്ച പെണ്ണും ചെറുക്കനോ നമ്മള്. ഇവിടെ നമ്മള് ഫ്രീയാ. നമ്മളെ ചോദ്യം ചെയ്യാനോ തടയാനോ ഇവിടെ ആരുമില്ല. അയ്യേ ഈ- ദക്ഷ, എന്താ ഇത്? ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്നാ എന്തു വിചാരിക്കും? അതിന് ഞാനിവിടെ ഒളിച്ചു പാത്തൊന്നും വന്നല്ല. മഹിയുടെ അച്ഛന്റെയും അമ്മയുടെയും അറിവോടും സമ്മതത്തോടെയാണ് ഞാനിവിടെ വന്നത്. ഈ വീട്ടില് എനിക്ക് എല്ലാ ഫ്രീഡവും ഉണ്ടെന്നാ ദി ഗ്രേറ്റ് രമാദേവി പറഞ്ഞത്. പിന്നെ നമ്മൾ ആരെ പേടിക്കാനാ? ഈ മുറിയില് ദക്ഷയുടെ അനുവാദം ഇല്ലാതെ കയറി വരുന്നവരാണ് പേടിക്കേണ്ടത്. ഓഹോ, മന്ത്രിയുടെ മോൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? ആ, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇപ്പൊ തന്നെ അവളോട് ചെന്ന് സംസാരിക്കണം. എന്നെ അപമാനിച്ചതിന് അവളെ തിരിച്ച് അപമാനിക്കണം. ഇപ്പൊ തന്നെ അവളുടെ പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ നാളെ അവൾ ഈ വീട്ടിൽ മരുമകളായി കയറി വരുമ്പോ ഞാൻ അവളുടെ വേലക്കാരിയായി ഒരു അടിമയെ പോലെ അപമാനിക്കപ്പെട്ട് ഇവിടെ കഴിയേണ്ടി വരില്ലേ? മണ്ടത്തരം പറയില്ല ഐശ്വര്യ. വെറുതെ ചാടിക്കേറി വഴക്ക് കൂടാൻ പറ്റിയ ആളല്ല ദക്ഷ. അവള് ആഭ്യന്തരമന്ത്രിയുടെ മോളാ. മന്ത്രിയുടെ മകളാണെങ്കിൽ മറ്റുള്ളവരെ എന്ത് വൃത്തികേടും പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാന്നാണോ? അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചേ. മന്ത്രിയുടെ മകളായതുകൊണ്ട് ഞാൻ നേരിട്ട് ഇടപെട്ടാൽ അത് കൂടുതൽ പ്രശ്നമാവും. മന്ത്രി വിചാരിച്ച നമ്മുടെ ബിസിനസ് തന്നെ തകർക്കാൻ പറ്റും. അത് നീ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ അവൾ എന്നെ അപമാനിക്കുന്നത് ഞാൻ സഹിച്ച് നിൽക്കണമെന്നാണോ? ആ